അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും ഒരുപോലെ കാത്തുനിന്ന നമ്മുടെ പുണ്യ റമളാനിലേക്ക് ഇനി എത്താൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അല്ലേ? റമളാൻ മാസം ഇങ്ങ് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമാണ് മനസ്സിന്. എന്തോ മറ്റു മാസങ്ങൾ ഒക്കെ വന്നാൽ പോലും ഇല്ലാത്ത ഒരു സന്തോഷമാണ് റമളാൻ മാസം നമ്മളിലേക്ക് അടുക്കുമ്പോൾ. റമളാൻ മാസത്തിന്റെ മുന്നൊരുക്കം നമ്മുടെ വീടുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? വീട് വൃത്തിയാക്കല്, നനച്ചുകുളി എന്നൊക്കെ പറയും. അങ്ങനെ ഓരോ വീടുകളിലും ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ചൂല് പോലും അടിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഈ ഒരു റമളാൻ വരുമ്പോൾ എല്ലാവരും ക്ലീൻ ആക്കാറുണ്ട്. ആ ഒരു സ്ഥലവും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ, വേണ്ടാത്ത സാധനങ്ങൾ എല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഈ റമളാൻ മാസമൊക്കെ അടുക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർക്കാണ് കൂടുതൽ പണികൾ. കാരണം അടുക്കളയിലേക്കുള്ള പണികൾ നോക്കണം, വീടിന്റെ മുഴുവൻ പണികളും നോക്കണം അവരെല്ലാരും. വീട്ടിലെ വാതിലുകളും ജനലുകളും അലമാരകളും എല്ലാം ഒരുപോലെ വൃത്തിയാക്കി വെക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മളെ വീട്ടിലുള്ള ആരും ആ ഒരു സ്ഥലം കഴുകി കളയുന്നില്ല, അടിച്ചു വാരി കളയുന്നില്ല. ആ ഒരു സ്ഥലം കഴുകാതെ അടിച്ചു വാരാതെ ഇട്ടാൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. നോമ്പ് നോറ്റത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആരാമായിക്കോട്ടെ, അവർ ഈ ഒരു സ്ഥലം മാത്രം അടിച്ചു വാരുന്നില്ല, അവിടുത്തെ അഴുക്കും പൊടിയും കഴുകി കളയുന്നില്ല. നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മൾ ശുദ്ധിയാക്കണം. കാരണം അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സ് ഇരിക്കുന്ന അഴുക്കും പൊടികളും ദുഷിച്ച ചിന്തകൾ ഇത് എല്ലാം നമ്മൾ റമളാൻ മാസത്തിന് മുന്നേ എടുത്ത് കളയണം. അഥവാ അങ്ങനെ ആരുടെയെങ്കിലും ഇരിപ്പുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയുന്നതാണ് നല്ലത്. കാരണം വെറുതെ നോമ്പ് പിടിച്ചത് കൊണ്ടും നമസ്കരിച്ചത് കൊണ്ടും ഖുർആൻ ഓതിയത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ചുമ്മാതെ പട്ടിണി കിടക്കുന്നു, എന്തൊക്കെയോ നമസ്കരിക്കുന്നു, ചുമ്മാ എന്തോ വായിക്കുന്നു. ഖുർആൻ ഓതുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യം പാകപ്പെടുത്തിയെടുക്കണം. കാരണം മനസ്സ് ശുദ്ധിയാക്കണം. നമ്മുടെ മനസ്സ് നിറച്ച് അസൂയയും കുശുമ്പും എല്ലാം നിറച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോറ്റിയിട്ട് എന്ത് പ്രയോജനം? ആർക്ക് പ്രയോജനം? നമ്മൾ ചുമ്മാതെ പട്ടിണി കിടക്കുന്നു. എല്ലാവരും നോമ്പ് പിടിക്കുന്നു, നമ്മൾ പട്ടിണി കിടക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം, ശുദ്ധിയാക്കണം ആദ്യം വേണ്ടത്. ഒരിക്കലും നമ്മൾ ആരും അഹങ്കരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ കണ്ണിന്റെ ഓരോ ചലനം പോലും നമ്മുടെ സൃഷ്ടാവിന്റെ അനുഗ്രഹമാണ്. അവൻ ഒന്ന് വിചാരിച്ചാൽ മതി ഇതെല്ലാം നിൽക്കാൻ. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ അസൂയ, കുശുമ്പ് അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മറ്റുള്ളവരോട് അസൂയ കാണിക്കാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല. ഞാനാണ് ഏറ്റവും വലിയവൻ, അവനിലും വലുത് ഞാനാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. പിന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ കുറ്റം പറയുക. അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞു നടന്ന് സന്തോഷിക്കുക. അവരുടെ വിഷമങ്ങൾ കണ്ട് നമ്മൾ സന്തോഷിക്കുന്നത്. കാരണം അതിനൊരു വലിയൊരു മറുപടി നമ്മൾക്ക് കിട്ടും. അതേ കാരണം കൊണ്ട് തന്നെ നമ്മളും ദുഃഖിക്കേണ്ടി വരും. നമ്മൾ ആരുടെ കാര്യം പറഞ്ഞാണോ നമ്മൾ സന്തോഷം കണ്ടെത്തിയത്, അവരുടെ ഏത് വിഷമത്തിനാണോ നമ്മൾ സന്തോഷം കണ്ടെത്തിയത്, അതേ വിഷമം നമ്മളിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോളും. മറ്റുള്ളവരുടെ താഴ്ചയെ കണ്ട്, വീഴ്ചയെ കണ്ട് ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. അതേ കാരണത്താൽ നമ്മളും ദുഃഖിക്കേണ്ടി വരും. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകുന്നതിനു മുന്നേ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ട് റമളാൻ മാസം എത്തുന്നതിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുക, പാപമോചനത്തിന് വേണ്ടി കരയുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മൾ ഒരുപോലെ വൃത്തിയാക്കുക. ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.